പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് എന്താണ് ക്ലാസ്സിലെ ഇലക്ഷൻ ആണ്. അപ്പൊ ടീച്ചറെ, ഇപ്രാവശ്യം ബോയ്സിനെ നിർത്താൻ വളരെ മോശമായി കേട്ടോ. ഞാൻ ഇപ്രാവശ്യം നിൽക്കാൻ തന്നെയായിരുന്നു ടീച്ചറെ. അയ്യോടാ മോനെ, കഴിഞ്ഞ വർഷം നിന്നെ ലീഡർ ആക്കിയിട്ട് പിന്നെ ഞാൻ വേറെ ലീഡറിനെ കൊണ്ടുവരേണ്ടി വന്നു നിന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ആമ്പിള്ളേരെ ഇതാക്കി കഴിഞ്ഞാലേ ക്ലാസ് മൊത്തം അലമ്പ. അതുകൊണ്ട് ആ പരിപാടി ഞാൻ നിർത്തി. ഈ വർഷത്തെ നമ്മുടെ സ്ഥാനാർത്ഥികൾ രേഖയും സുഗുണയുമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രേഖയും സുഗുണയും. അപ്പൊ ഇന്നാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാവുന്നതാണ്. രേഖയ്ക്കാണോ സുഗുണയ്ക്കാണോ നിങ്ങൾ വോട്ട് കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. 1 മണിക്കൂർ സമയമുണ്ട്. ഇലക്ഷൻ പ്രചരണങ്ങളും ആൾക്കാരെ പിന്നെ നിങ്ങളുടെ ഓഫറുകൾ പറയുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, ശരി. രേഖയ്ക്ക് കുത്തുവോ അതോ സുഗുണയ്ക്ക് കുത്തുവോ? ഞാനും അത് ആലോചിക്കുന്നത്, രേഖയ്ക്ക് കൊടുക്കണോ സുഗുണയ്ക്ക് കൊടുക്കണോന്ന്. ഞാനും അതാ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നത്. നമുക്ക് സുഗുണയ്ക്ക് കൊടുക്കാം. നോക്കിയിട്ട് ഇവിടെ ഒരു അഹങ്കാരം സ്ഥാനാർത്ഥി ആയതുള്ളൂ. അതിന് മുന്നേ അവിടെ നിൽക്കുന്നുണ്ടില്ലേ ലീഡറായെന്നുള്ള ഭാവമാ. അവട്ട ചീറ്റി കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എടാ രേഖ, ഇയാൾ എന്തോടെ കഴിക്കുന്നത്? ബിസ്കൂട്ട്. എന്റെ ഇതുപോലത്തെ 2 പെട്ടി ബിസ്കൂട്ട് ഉണ്ട്. ഞാൻ ജയിക്കുവാണെങ്കിൽ ഇത് എല്ലാവർക്കും കൊടുക്കും. ബിസ്കൂട്ട്. നമ്മൾ ബിസ്ക്കറ്റ് കണ്ടിട്ടില്ല. അവിടെ കുഴിവെട്ടി ബിസ്ക്കറ്റ് നമ്മൾ ജയിക്കാൻ കൂടെ തരുമ്പോലും. പിന്നെ അവിടെ സംസാരം കേട്ടില്ലേ ബിസ്കൂട്ട് എന്ന്. എന്തൊക്കെ കാരണം. ഷോ ഓഫ് രേഖ. നമുക്ക് സുഗുണയ്ക്ക് കൊടുക്കാം. 10 പേരെ സുഗുണയ്ക്ക് സെറ്റാക്കി കൊടുക്കുകയും ചെയ്യാം. സുഗുണേ, ഇത് പിടിച്ചേ. എടേ, ഇത് പുളിമിഠായിയാ. എന്റെ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് തരാനേ ഉള്ളൂ. ഇത് മേടിച്ചിട്ട് എന്നെ ജയിപ്പിക്കണേ. അതൊന്നും സാരമില്ല. സുഗുണയ്ക്ക് വോട്ട് ചെയ്യാൻ ഞാൻ ക്ലാസ്സിലെ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ 2 പേരുടെ വോട്ട് സുഗുണയ്ക്കുള്ളതാ. ഞാൻ ജയിച്ചു കഴിയുമ്പോ പിന്നെ ലഡു ഒക്കെ മേടിച്ചോണ്ട് തരാം. പൈസ ഇല്ലാഞ്ഞിട്ടാ. സുഗുണ തന്നെ ജയിക്കും. എന്റെ ഫ്രണ്ട്സായി ക്ലാസ്സിലെ മിക്ക ആൾക്കാരും ഞാൻ എല്ലാരോടും പറഞ്ഞു ജയിക്ക് വോട്ട് ചെയ്യരുത്, സുഗുണയ്ക്ക് എന്നെ വോട്ട് ചെയ്യണേന്ന്. എടാ, ഞാൻ ജയിച്ചാ ഇയാളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ഞാൻ ഇയാളെ മോണിറ്ററും ആക്കും. രാഹുലെ, എടേ, സുഗുണയ്ക്ക് വോട്ട് ചെയ്യുമോ? ചെയ്യാ, കൊടുക്കാലോ. ആക്ച്വലി ഞാൻ രേഖയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ കുട്ടി പറഞ്ഞോണ്ട് സുഗുണയ്ക്ക് തന്നെ കൊടുക്കാം. കുട്ടി പറഞ്ഞ ഉറപ്പല്ലേ? അപ്പം നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു. റിസൾട്ട് പറയാൻ പോവാണ്. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പം ക്ലാസ്സിലെ 20 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സുഗുണ ജയിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് സുഗുണ. രേഖയുടെ മുഖം നോക്ക്. ടീച്ചർ, ഞാൻ തോറ്റോ? തോറ്റുപോയി രേഖ. സാരമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് PT പ്രസിഡന്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രേഖ. അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പം എല്ലാ കുട്ടികളും ലീഡറാണ് ഇനി സർവാധികാരി. ക്ലാസ്സിൽ ഇല്ലാത്തപ്പോഴും എപ്പോഴും സ്കൂളിന്റെയും നമ്മുടെ ക്ലാസ്സിന്റെയും ഇൻചാർജ് ലീഡറാണ്. അപ്പൊ ലീഡർ പറയുന്നത് എല്ലാവരും അനുസരിക്കുക. ടീച്ചർ കഴിഞ്ഞാൽ മെയിൻ പവർ ആർക്കാണുള്ളത്? ലീഡർക്കാണ്. ഇത്തിരി ജാട കൂടിയോന്നൊരു സംശയം നിനക്ക് തോന്നുന്നയാ പാവം. എടി ബബിത, നിന്റെ പേരെഴുതിയടി. സുഗുണേ, ഞാൻ നീ പാവമെന്ന് പറഞ്ഞതാ. എന്റെ പേരെഴുതി വെക്കല്ലേ. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞതാ. ഇനി എത്ര പ്രാവശ്യം വേണ്ടുന്നോ അത്രയും പറയാനിടും. ഇയാൾ ഇത്ര അടി താങ്ങാൻ തയ്യാറാണോ? മോഹഭംഗ മനസ്സിലെ ശാപപങ്കി. ഞാൻ പറഞ്ഞില്ലേ, കേട്ടല്ലോ. ബോർഡ് മൊത്തം അല്ല ഇയാളുടെ പേരായിരിക്കും. നീ മാർക്ക് 2 ഇത്രയും സോക്കേട്.
ഇവിടെ ക്ലാസ്സിൽ മിണ്ടി കഴിഞ്ഞാൽ ഞാൻ പേരെഴുതും. അതിനി എത്ര വലിയ കൊല കൊമ്മനാണെന്ന് പറഞ്ഞാലും. ക്ലാസ് നല്ല സൈലന്റ് ആണല്ലോ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ആ പോയിരുന്നു കേട്ടോ. ഓക്കെ ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചറെ, ഞാൻ പേര് എഴുതിയിട്ടുണ്ട്. ഇവർക്ക് അടി കൊടുക്കുന്നില്ലേ? പേരെഴുതിയാ? ഇത്ര ആൾക്കാർ മിണ്ടിയോ? പോയി വടി എടുത്തോണ്ട് വാ. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. ആരൊക്കെയാ? ഇത്ര പേര് എഴുന്നേറ്റിക്കടേ. നീട്ടടേ കൈ. കൈ നീട്ടടേ. ഇങ്ങോട്ട് നീട്ട്. അടുത്ത ആൾ എണീക്കടേ. രമ്യ എണീക്കടേ. നീട്ടിങ്ങോട്ട് കൈ. എണീക്കാൻ പറഞ്ഞ എണീക്കത്തും ഇല്ലേ? എന്താ എന്താ ക്ലാസ് ഇരുന്ന്? ലീഡർ, ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഓക്കെ. ആരെഴുതിയത്? Who wrote this? ഇനി മുതൽ ഞാനാ ലീഡർ. ഞാൻ എഴുതിക്കോളും. ഹാൻഡ് റൈറ്റിംഗ് കൊള്ളത്തില്ല. ഫ്രീ പീരീഡാ, എല്ലാരും മിണ്ടാതിരിക്കണം. ഞാൻ പോയി മാത്സ് സാറിനെ വിളിച്ചോണ്ട് വരാം. സാറ് പറഞ്ഞായിരുന്നു ഫ്രീ പീരീഡ് ഉണ്ടെങ്കിൽ വിളിക്കണേ. അയ്യോ വേണ്ട, ഇവിടെ ഞാൻ ലീഡർ ആയി പോയില്ലേ, എനിക്ക് എന്റെ ഡ്യൂട്ടീസ് ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഇവിടെ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ തന്നെ ക്ലാസ്സിലെ ടീച്ചർ ഇല്ലെങ്കിൽ അലച്ചലച്ചലച്ച് എന്റെ തൊണ്ടയുടെ വെള്ളം പറ്റും. ഒറ്റ ഒരെണ്ണം പറഞ്ഞാൽ അനുസരിക്കത്തില്ലല്ലോ. ഇവിടെ മോണിറ്ററെ ഒന്ന് നോക്കിക്കോണേ. ആരെങ്കിലും അലയ്ക്കുവാണെങ്കിൽ ഇയാളാണ് ഉത്തരവാദി. ഞാൻ HM അറിയിക്കുവേ. എന്റെ ക്ലാസ്സിലെ സ്റ്റാഫിന്റെ പൈസ കൊണ്ടുവരാത്തവരാരൊക്കെയാ? HMന്റെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എടാ, പിന്നെ നിങ്ങൾ ആരും ഡസ്റ്ററും വടിയും ഒന്നും കൊണ്ടുവരണ്ട. അതിന്റെയൊക്കെ ഡ്യൂട്ടി എന്നെയാണ് ടീച്ചർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനല്ലേ ക്ലാസ്സിലെ ലീഡർ. എന്ത് ചെയ്യാനാ, ക്ലാസ്സിലെ ലീഡർ ആയി പോയില്ലേ. ഇഷ്യൂ എന്തൊക്കെ ഡ്യൂട്ടീസാ എനിക്ക്. ടീച്ചർമാർ ഇനി പേപ്പർ വാല്യുവേഷൻ വരെ എന്നെ ഏൽപ്പിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് വയ്യ. നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണോടി. എന്നെ ജയിപ്പിക്കാതെ നീയൊക്കെ എന്നെ തോപ്പിച്ചിട്ട് അവളെ ജയിപ്പിച്ചല്ലേടി. നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണോടി. അങ്ങനെ തന്നെ വേണോടി.